ബിഗ് ബോസ് സീസൺ 6 ഡേ 1 ലൈവിനെ കുറിച്ചിട്ടാണ്. കൊള്ളാം, പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും കൂടുതൽ ഇൻപുട്ട് അവിടെയുള്ള കണ്ടസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. രതീഷിനാണെങ്കിൽ നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, ആകെ മൊത്തം എക്സൈറ്റ്മെന്റും കുറേയധികം ഗെയിമും, ഒരു രക്ഷയില്ല. പുള്ളി രാവിലെ തന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള കണ്ടസ്റ്റൻസിനെ നമ്മൾ നിലനിർത്തി പോവുകയാണെന്നുണ്ടെങ്കിൽ അവസാനം വരെ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ രതീഷിനുള്ളത് ഇത്തിരി അമിത ആവേശമാണോ എന്ന് ചില സമയത്ത് തോന്നിപ്പോവും. പക്ഷേ തുടക്കത്തിൽ അങ്ങനെയുള്ള ആളുകളില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒരു ഗെയിം ഇല്ലാതെ പോകാൻ സാധ്യതയുണ്ട്. രതീഷ് ഇന്നലെ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ചൊറിയൽ സ്ട്രാറ്റജി ഇറക്കിയിട്ടുണ്ട്. സ്ഥിരമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഒരു ചൊറിയനായിട്ട് സ്വയം അങ്ങനെ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു വില്ലൻ പരിവേഷമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഒറ്റപ്പെട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ സേഫ് ആണ് കുറെ കാലത്തേക്ക് എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാം. ഇപ്പോൾ രതീഷിനെ കാണുന്ന സമയത്ത് നമ്മൾ എന്താണ് വിചാരിക്കുന്നത്? ഇയാൾ അവിടെ വേണം, ഇയാൾ കുറച്ചധികം നാൾ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ എല്ലാ ആൾക്കാരും ആകെ മൊത്തത്തിൽ ഭ്രാന്ത് പിടിക്കും. ഇപ്പോൾ 2 ദിവസം കൊണ്ട് തന്നെ പല ആളുകൾക്കും ആ ഒരു ഫിയർ ഉള്ളിൽ തട്ടിയിട്ടുണ്ട്. രതീഷ് എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഗെയിം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്ന് രാവിലെ ജാൻമണിയായിട്ടുള്ള ഒരു ഇഷ്യൂവിൽ എന്താണ്, ജാൻമണിക്ക് ലൈറ്റർ കൊടുത്തില്ല, ബിഗ് ബോസ് ലൈറ്റർ കൊടുത്തില്ല, സിഗരറ്റ് കൊടുത്തു. അപ്പോൾ സിഗരറ്റ് സ്റ്റൗവിൽ നിന്നിട്ട് രതീഷ് മറ്റേ പാലുകാശൽ ചടങ്ങൊക്കെ നടത്തി മനോഹരമാക്കി വെച്ച സ്റ്റൗവിൽ നിന്നിട്ട് ജാൻമണി സിഗരറ്റ് കത്തിക്കുന്നു. അപ്പോൾ രതീഷ് അതൊരു ഇഷ്യൂ ആക്കി. രതീഷ് അത് ഇഷ്യൂ ആക്കുന്ന സമയത്ത് തന്നെ കാണുന്ന നമുക്കും അറിയാം, അവിടെ നിൽക്കുന്ന ആളുകൾക്കും അറിയാം, അതൊരു പെരുപ്പിച്ച പ്രശ്നമാണ്. ശരിയാണ്, അവിടെയുള്ള ഒരു സറൗണ്ടിങ്സിൽ അകത്ത് സിഗരറ്റ് വലിക്കരുത്. പക്ഷേ രതീഷ് പറയുന്നത് എങ്ങനെയാണ്, ഇത്രയധികം ആൾക്കാരുടെ ജീവൻ മൊത്തം അപകടത്തിലേക്ക് ആക്കിയിട്ടാണോ നിങ്ങൾ സിഗരറ്റ് കത്തിക്കുന്നത്? എനിക്കതിന്റെ ലോജിക് ഒന്നും മനസ്സിലായില്ല. കാരണം സിഗരറ്റ് കത്തിക്കുന്ന സമയത്ത് താടിയുള്ള ആളാണെങ്കിൽ സ്റ്റൗവിൽ നിന്ന് കത്തിക്കുമ്പോൾ താടി മൊത്തം കത്തിപ്പോവും എന്നുള്ളതല്ലാതെ അതിനകത്ത് അപകടമൊന്നും കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റൗ ഗ്യാസിൽ കത്തിക്കുന്ന ഒരു സാധനമാണ്. ഏതായാലും അത് ഓക്കെയാണ്. സിഗരറ്റ് ശരിയാണ്, ഈ സിഗരറ്റ് ഇനിയിപ്പോൾ അവിടെ ആ ഇൻഡോർ വല്ല ഏരിയയിലും വീണ് തീപിടുത്തം ഉണ്ടായാലോ എന്നുള്ളതായിരിക്കാം രതീഷ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും രതീഷ് അത് വലിയ കുഴപ്പമില്ലാതെ ഒന്ന് ഡെലിവർ ചെയ്തെടുത്തു. അപ്പോഴാണ് സിജോയുടെ ഒരു കടന്നുവരവ്. സിജോ ഇന്നലെ അങ്ങനെ ഒരു കാര്യം വളരെ മര്യാദയ്ക്ക് ജാൻമണിക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അത് സിജോയുടെ പറയാൻ ശ്രമിച്ചു. രതീഷിനെ ആട്ടിയ ജാൻമണിയെ തിരിച്ചാട്ടിയ രതീഷിന്റെ ആ ഒരു രീതി ശരിയല്ല എന്നുള്ളത് പുള്ളി അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. രതീഷ് അവിടെ സിജോയുടെ ഒരു ഗെയിം നോക്കി കാണുന്നു. സിജോയ്ക്ക് ഒരു ഗെയിമുണ്ട്. സിജോ ഒരു നല്ലവനാകാൻ വേണ്ടി അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ രതീഷ് മറ്റേ സാധനങ്ങൾ ഇറക്കി, ഞാൻ ഇവിടുത്തെ ടോപ്പ് വില്ലനാണ്, ഞാൻ വില്ലനാണെന്നൊക്കെ പറഞ്ഞ് അമ്മാതിരി പട്ടിഷോ. ഇന്നലെ നമ്മൾ ചോറ് വാരി കൊടുക്കുമ്പോൾ കയ്യിൽ കടിക്കുമെന്ന് പറഞ്ഞക്കൂട്ട് വില്ലനല്ല രതീഷ്. പള്ളിപ്പെരുന്നാളിന് ഉത്സവപ്പറമ്പിലൊക്കെ പോകുന്ന സമയത്ത് ബലൂണുമായി നിൽക്കുന്ന കുട്ടികളുടെ ബലൂൺ കുത്തിപ്പൊട്ടിക്കുന്ന അത്ര ഭീകരനായിട്ടുള്ള ഒരു വില്ലനാണ് ഇന്നത്തെ രതീഷ്. അപ്പോൾ രതീഷ് രാവിലെ സിജോയിൽ ഒരു ഗെയിം ആരോപിക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഒരു നൈസ് മൂവാണ്. സിജോ രാവിലെ ഒരു നല്ല കോംപ്രമൈസ് മൂഡിലുള്ള ഒരു ഗെയിമായിട്ട് നൈസായിട്ട് വന്നു. സിജോയ്ക്ക് അതിനുള്ള എല്ലാ കേപ്പബിലിറ്റി ഉണ്ട്. സിജോ അതിനകത്തൊരു ഹീറോ പരിവേഷമൊക്കെ എടുക്കാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. സിജോയ്ക്ക് അത് കറക്റ്റായിട്ട് പറ്റും. സിജോ ഒരു വീഡിയോ പ്രസന്റർ ആണ്. സിജോ കറക്റ്റായിട്ട് തന്നെ ആളുകളെ കൺവിൻസ് ചെയ്യാനായിട്ട് ഫിറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. എന്നാൽ സിജോയുടെ ഒരു ഗെയിമാണ് എന്ന് രതീഷ് അവിടെ ആരോപിക്കുകയാണ്. അപ്പോൾ സിജോയുടെ ആ രാവിലത്തെ ആ ഒരു പ്ലാൻ ആണ് എന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ പൊളിഞ്ഞു. അപ്പോൾ എല്ലാവരും സമാസമമായി. ഇതുപോലുള്ള കുറേയധികം കാര്യങ്ങൾക്ക് വേണ്ടി രതീഷിനെ അവിടെ നിലനിർത്തേണ്ടത് പ്രേക്ഷകരുടെ നിലവിലത്തെ ഒരു ആവശ്യമാണ്. അപ്പോൾ സിജോയുടെ കാര്യത്തിൽ ഓക്കെ ആയി. അപ്പോൾ രതീഷിന് ഇങ്ങനെ ഒരു ഗെയിം ഉണ്ട് എന്ന് മനസ്സിലാക്കി ജാസ്മിൻ ജാഫർ രതീഷിന്റെ കൂടെ കൂടുന്നു. അപ്പോൾ സിജോയുമായിട്ട് ജാസ്മിന് സ്വാഭാവികമായിട്ടും ഒരു 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 അലം ഉണ്ടാവാനായിട്ടുള്ള സംഭവങ്ങൾ പുറത്തുണ്ട്. മറ്റേ ക്രീം ഇഷ്യൂ ഒക്കെ വന്ന സമയത്ത് സകലമാന യൂട്യൂബേഴ്സും ജാസ്മിനെ എടുത്ത് റിയാക്ട് ചെയ്യുകയും ജാസ്മിൻ എല്ലാ ആൾക്കാരോടും വളരെ മോശമെന്ന് പറയാൻ പറ്റില്ല, വേദനയോടെ പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ ആ കൂട്ടത്തിൽ സിജോയുടെ വീഡിയോയും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജാസ്മിൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സിജോ എല്ലാത്തിനും വളച്ചൊടിക്കുന്നു എന്നുള്ളതാണ് ജാസ്മിൻ്റെ ഒരു ആരോപണം. ഇന്നലെ വൈകിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് നമ്മൾ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞിട്ട് ലൈവ് കാണാത്തതുകൊണ്ടായിരിക്കാം, എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഇവിടെ രതീഷിന് വരാൻ സാധ്യത ഉള്ള ഒരു പ്രശ്നം, രതീഷ് ഒരു ഗുഡ് ഗെയിമർ ആണ് എന്നുണ്ടെങ്കിൽ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, പുള്ളി അത് മാനേജ് ചെയ്യും. രതീഷിന് എല്ലാം ഗെയിമാണല്ലോ, എല്ലാവരുടെയും ഗെയിമാണ്. ഒരു ടീം വർക്ക് ഒക്കെ വരുന്ന സമയത്ത് രതീഷിനായിരിക്കും ഏറ്റവും കൂടുതൽ പണിയെടുക്കേണ്ടി വരിക. നമ്മുടെ ജൂനിയേഴ്സ് ഒക്കെ എടുത്തേക്കൂട്ട് പണിയെടുക്കേണ്ടി വരിക രതീഷിനായിരിക്കും. ആർക്കും ഇയാളെ വിശ്വാസം ഉണ്ടാവില്ല, ഇയാൾക്ക് വേറെ ആരും വിശ്വാസം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. ഇപ്പോൾ തന്നെ അവിടെ ഒരു പവർ കൈയടക്കാൻ വേണ്ടിയുള്ള ഒരു തരം സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. സ്ത്രീകളൊക്കെ എന്താണെന്ന് പറഞ്ഞാലും സെപ്പറേറ്റ് ഗ്രൂപ്പുകളായിട്ട് മാറാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. ജാസ്മിനും ഇപ്പോൾ നിലവിൽ രതീഷിനൊപ്പം ചേർത്ത് നിർത്തി നമ്മൾ നോക്കേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആണ്. വേറെ എന്തൊക്കെ പരിപാടിയാണ് നടന്നത്? ഇനി മോർണിംഗ് ലൈവിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിലേക്ക് ചെറുതായിട്ടൊന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേ നേരം കണ്ടിരുന്നു. അപ്പോൾ രാവിലെ നമുക്ക് തീരെ യോജിക്കാൻ പറ്റാത്ത കുറേയധികം സംസാരങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മറ്റേ റോക്കി ബായും നമ്മുടെ സുരേഷും എല്ലാം കൂടെ
ഏതൊക്കെയോ പ്ലൂട്ടോടെയോ നെപ്റ്റ്യൂണിൻ്റെ ഏതോണ്ടൊക്കെ കാര്യം പറഞ്ഞിട്ട് നല്ല വെറുപ്പിക്കലുണ്ടായിരുന്നു. പക്ഷെ അതും വേണ്ടതാണ്, അങ്ങനെ വെറുപ്പിച്ചോട്ടെ, എല്ലാവരും വെറുപ്പിക്കട്ടെ, അങ്ങനെ വെറുപ്പിക്കുന്ന ആൾക്കാർ വേണം. റോക്കി ബായ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. ഇന്നലെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു റോക്കി ബായ് ഇന്ന് വന്ന് രതീഷിനെ എടുത്തിട്ട് ആടിച്ച് സിജോയൊക്കെ ഇട്ട് ഓടിച്ച് ഭയങ്കര വില്ലനായിരിക്കും, നല്ലവനും കെട്ടവനുക്ക് കെട്ടവനുമായ റോക്കി ബായ് ഇന്ന് അടിച്ച് പൊളിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ റോക്കി ബായ് രാവിലെ സുരേഷുമായി ചേർന്ന് മറ്റേ കഥയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രഹങ്ങളിൽ പോകുന്ന കഥയോ എന്ന് നമുക്ക് തീരെ റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഏതോ ഒരു പാരലൽ യൂണിവേഴ്സിലെ കോമഡികളൊക്കെയാണ് അവർ പറയണത്. ഡിഫറെൻറ്റ് മച്ചാന്മാരാണ്. അപ്പോൾ അത് ആ വഴിക്ക് അങ്ങനെ നടക്കുന്നു. അതിനുശേഷമാണ് മറ്റേ രതീഷിന്റെ ചൊറിച്ചിലും പരിപാടിയൊക്കെ. രതീഷ് അടിപൊളിയാണ്. രതീഷ് ഇന്നലെ വൈകിട്ട് തന്നെ ജാൻമണിയായിട്ടുള്ള എന്തോ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നെടുത്ത് വീണ്ടും ഇടുന്നുണ്ട്. ജാൻമണിയുടെ മൈക്ക് ഓഫായ സമയത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട് കണ്ടന്റ് കിട്ടിയില്ലല്ലോ, അയ്യോ കണ്ടന്റ് കിട്ടിയില്ലല്ലോ എന്നൊക്കെ. നല്ല സാധനമാണത്, നല്ല ചൊറിയാൻ പറ്റിയ സാധനമാണ്. ആളുകളുടെ അടുത്ത് പോയിട്ട് കണ്ടന്റ് കിട്ടിയില്ലല്ലേ, നിങ്ങൾക്ക് കണ്ടന്റിന് വേണ്ടിയല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പൊളിയും. കാരണം എല്ലാവരും കണ്ടന്റിന് വേണ്ടിയാണ്, പക്ഷെ അത് ആർക്കും തുറന്ന് സമ്മതിക്കാനായിട്ട് പറ്റാറില്ലല്ലോ. അപ്പോൾ അത് നല്ല പൊളിക്കാൻ പറ്റുന്ന ഒരു ഡയലോഗാണ്. അത് രാവിലെ തന്നെ രതീഷ് ഇറക്കി ജാൻമണിയുടെ കിളിയൊക്കെ പോയി. അത് കഴിഞ്ഞിട്ടാണ് മറ്റേ സിഗരറ്റ് സ്റ്റൗവിൽ കത്തിച്ചിട്ട് പോയി. അത് വേറെ വലിയ വിഷയമാക്കിയിട്ട് പുള്ളിക്ക് അത് മാറ്റാൻ പറ്റി. അവസാനം ഞാൻ ആ ഒരു ലൈവിനകത്ത് കുറച്ച് ഭാഗങ്ങൾ കണ്ട സമയത്ത് ഈ രതീഷ് മച്ചാൻ നിഷാനെ കയറി എന്തോ പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. അപ്പം നിഷാന എന്തോ ബിഗ് ബോസ് വിളിച്ചിട്ടാണ് ഇങ്ങടേക്ക് വന്നത് എന്ന് പറഞ്ഞു. ഒരു ഗ്രാമാറ്റിക്കലായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിന് ഇയാൾ വളച്ചൊടിച്ചിട്ട് ഇപ്പോൾ താങ്കൾ കോമണർ അല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വേറെ റേഞ്ചിലേക്ക് കൊണ്ടുവന്നു. നമുക്ക് ലോജിക്കലി കണക്ട് ചെയ്യാൻ പറ്റില്ല. നല്ല വെറുപ്പിക്കൽ ഫീൽ ചെയ്യും ഇയാളുടെ ആ ഒരു രീതികളൊക്കെ. പക്ഷെ അയാൾ അവിടെ ഉണ്ടെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം കിട്ടും. പിന്നെ അയാളുടെ ഫ്യൂച്ചർ എങ്ങനെയാണെന്നും നമുക്കറിയില്ല. പക്ഷെ ജാസ്മിനിൽ എനിക്ക് ചെറിയ പ്രതീക്ഷയൊക്കെ ഉണ്ട് കേട്ടോ. ജാസ്മിൻ ആ ഒരു കൂട്ടത്തിൽ ഉള്ളതിൽ നിന്ന് ഇത്തിരി ഓടാണ്, ഇത്തിരി കുത്തിത്തിരിപ്പും കുശുമ്പും മറ്റേ ഏഷ്യനെയും പരിപാടികളൊക്കെ ഉള്ള വേറെ ആരെങ്കിലും കാണുന്ന സമയത്ത് ഇപ്പുറത്തെ കുറ്റം അപ്പുറത്ത് പറയുന്ന ടൈപ്പ് സംഭവമാണ്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ സിജോ വളച്ചൊടിക്കുന്നവനാണ് കാക്ക എന്നൊക്കെ പറഞ്ഞിട്ട് രതീഷിന്റെ കൂടെ കൂടിയിരിക്കുന്നുണ്ട്. അതൊക്കെ രസം. ഇതാണല്ലേ ഇതിന്റെ മൂഡ്. ഇത് കൊള്ളാം, ഈ പരിപാടി കൊള്ളാം. കഴിഞ്ഞ തവണത്തെ ശരിയാണ്, അവരെല്ലാം ഭയങ്കര പ്രൊഫഷണൽസ് ആയിരുന്നു. അവരെല്ലാത്തിനും നീറ്റായിട്ട് അപ്രോച്ച് ചെയ്യുന്ന, അവർ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന, കാര്യങ്ങളെ ഡീസൻ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന, ഇതുപോലുള്ള അടികളെയൊക്കെ നിസ്സാരമായിട്ട് ഒഴിവാക്കുന്ന, കണ്ടന്റ് തല്ലുകൾക്കൊന്നും വലിയ വാല്യൂ കൊടുക്കാത്ത ഭയങ്കര സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു. ഇത് പൊളിക്കും, ഇത് നൈസായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.